ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. അത് കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ബിസി ആയിരിക്കുന്നത് കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതായി പോയിരുന്നത്. പിന്നെ നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സും ഇറങ്ങിയിട്ടുണ്ട്, അതും കാണണമായിരുന്നു. അപ്പോൾ നിങ്ങൾ എത്ര പേര് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് നമ്മുടെ വൺ പീസിൻ്റെ പവർ സ്കെയിലിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഷെമറോക്ക് അതുപോലെ തന്നെ ഗാർലിംഗ്, ഇവർ രണ്ടുപേരുമാണ് ഇതിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. ഇത് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ്, നിങ്ങൾ എന്നിട്ട് പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ദയവ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ 10K അടിക്കാൻ പറ്റൂ. ഇപ്പോൾ തന്നെ 6K അടിച്ചിട്ട് ഒരുപാട് നാളായി, എന്നിട്ടും ഇതുവരെ വലിയ നീക്കമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് വെറും 2-3 പേരും മാത്രമാണ് ഒരു വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനധികം പറഞ്ഞങ്ങ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ടങ്ങ് വീഡിയോയിലേക്ക് വെക്കാം. നമ്മൾ ഗാർലിങ്ങിന് ഒരുപാട് ഹൈപ്പ് കൊടുത്തിരുന്നു. നമ്മുടെ ഗാർലിംഗ് വളരെ സ്ട്രോങ് ആണ്, വൈറ്റ് ബീഡിനെ സ്കാർ ചെയ്തത് ഗാർലിംഗ് ആണ്. എന്നാൽ അതൊന്നും സത്യമായിരുന്നില്ല. നമ്മുടെ ഗാർലിങ്ങിനെ നമ്മളെ ഗോഡ് വാലിയുടെ ഫ്ലാഷ് ബാക്കിൽ നമ്മൾ കണ്ടത് എങ്ങനെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഞാൻ അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്ന്. എന്നിരുന്നിട്ടും നമ്മുടെ ഇമൂസാമ നമ്മുടെ ഗാർലിങ്ങിന് നല്ല രീതിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓടയും പറഞ്ഞിരുന്നു, നമ്മുടെ ഇമൂസാമ കഴിഞ്ഞിട്ട് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ സൈഡിലുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ ഗാർലിംഗ് എന്ന്. അപ്പോൾ ഇത്രയും ഹൈപ്പ് നമ്മുടെ ഗാർലിങ്ങിന് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർലിങ്ങിന് എന്തെങ്കിലും നല്ല രീതിക്കുള്ളൊരു പവർ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ അത് നമ്മുടെ ഗോഡ് വാലിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഗോഡ് വാലിയിൽ ഉള്ള ക്യാരക്ടേഴ്സൊക്കെ അത്രയും പവർഫുൾ ആയിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വൺ പീസിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഈവിളായിട്ടുള്ള ക്യാരക്ടർ നമ്മുടെ ഗാർലിംഗ് തന്നെയാണ്. നമ്മുടെ ഡോഫ്ലമിംഗോ പോലും ഈ ലെവലിൽ വരില്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ എന്തായാലും നമ്മൾ വിചാരിക്കുന്ന അത്രയും വീക്കൊന്നും ആയിരിക്കില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഗാർലിംഗ് നമ്മുടെ 5 എൽഡേഴ്സിനേക്കാളും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു യോങ്കോൻ്റെ അത്രയെങ്കിലും പവർ നമ്മുടെ ഗാർലിങ്ങിന് ഇപ്പോൾ ഉണ്ടാവും. അതുപോലെ തന്നെയുള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ ഷെമറോക്ക്. നമുക്കറിയാം നമ്മുടെ ഷെമറോക്ക് നമ്മുടെ എൽബാഫിൽ വന്ന സമയത്ത് മെറീഷ് വലിയ വൻ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമ്മുടെ ഇമൂസാമ ഷെമറോക്കിനെ അങ്ങ് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഇമൂസാമ തന്നെ എൽബാഫിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണെന്ന് വെച്ചാൽ ഇമൂസാമയുടെ പവർ നമുക്കറിയാം, നമ്മൾ ഗോഡ് വാലി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇമൂസാമ എന്തിനായിരിക്കും നമ്മുടെ ഷെമറോക്കിനെ മെറിജുവിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇമൂസാമക്ക് തന്നെ അങ്ങ് സോൾവ് ചെയ്താൽ പോരെ എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. ഒരു പക്ഷേ ഇതിനും പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മുടെ ഇമൂസാമ തൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു ആളാണ്. ഐഡൻറ്റിറ്റി എന്നല്ല, താൻ എന്ന് പറയുന്ന ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും ആരും അറിയാതെന്നാണ് നമ്മുടെ ഇമൂസാമ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമൂസാമ നമ്മുടെ മെറിജുവിൽ നിന്ന് തൻ്റെ പവർ എടുത്ത് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാവരും നമ്മുടെ ഇമൂസാമനെ കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇമൂസാമക്ക് തീർച്ചയായിട്ടും നമ്മുടെ മെറിജുവ എറേസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമൂസാമ എവിടെയൊക്കെ അപ്പിയർ ആയിട്ടുണ്ടോ അതൊക്കെ ഇപ്പം നശിച്ചിട്ടുണ്ട്. നമ്മുടെ ഗോഡ് വാലി ആയിക്കോട്ടെ, ഇനിയിപ്പം നമ്മുടെ എൽബാഫും നശിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും നമ്മുടെ ഇമൂസാമ ഇപ്പോൾ എൽബാഫിലേക്ക് വന്നിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ മെറിജുയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ ഡ്രാഗനാണ് അറ്റാക്ക് ചെയ്തതെങ്കിൽ നമ്മുടെ ഡ്രാഗനെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മുടെ ഷെമറോക്കിന് പറ്റുമെന്ന് നമ്മുടെ ഇമൂസാമ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഷെമറോക്കിന് ഏകദേശം നമ്മുടെ ഷാങ്സിൻ്റെ അത്ര തന്നെ പവർ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ഇവിടെയുള്ള ഒരു പ്രശ്നം, നമ്മുടെ ഡ്രാഗൺ എത്രമാത്രം പവർഫുൾ ആണെന്ന് ഇതുവരെ ഒരു തരത്തിലുള്ള ഹിൻറ്റും നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മുടെ ഡ്രാഗൺ വളരെ പവർഫുൾ തന്നെയായിരിക്കും. അപ്പം ഡ്രാഗനുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് നമ്മുടെ ഷെമറോക്ക് പോയതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷെമറോക്കിന് നല്ല രീതിക്കുള്ള പവർ തന്നെ ഉണ്ടാവും. ഇപ്പം നമ്മൾ പലരും നമ്മളെ ഗാർലിങ്ങിനെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഗാർലിംഗ് നമ്മൾ വിചാരിക്കുന്നതിലും പവർഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ഗോഡ് വാലി നടക്കുന്ന സമയത്ത് നമ്മുടെ ഗാർലിങ്ങിന് അത്ര പവർ ഉണ്ടായിരുന്നിരിക്കണം എന്നില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ഗാർലിംഗ് വളരെ പവർഫുൾ തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ വൺ പീസിലെ സ്ട്രോങ്സ്റ്റ് ക്യാരക്ടേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് 10ൽ നമ്മുടെ ഷെമറോക്കും ഗാർലിങ്ങും തീർച്ചയായിട്ടും വരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ കൂട്ടുകാർ കൂടി നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.